അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതർക്ക് നഷ്ടപരിഹാരം ഓണത്തിന് മുൻപ് നൽകും. ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ട് പരാതികൾ ഉണ്ടാകരുതെന്ന് മന്ത്രി AP അനിൽകുമാർ. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന വീഴ്ചകൾ കൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ ഉണ്ടാകരുതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജില്ലകളിലും റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം നടത്തുവാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇടുക്കി ജില്ലയിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഡെപ്യൂട്ടി തഹസിൽദാർ അതുപോലെ ഡെപ്യൂട്ടി കളക്ടേഴ്സ് ADM ഉൾപ്പെടെയുള്ള മീറ്റിംഗാണ് രാവിലെ നടന്നത്. അതിനു മുമ്പ് MLA-മാരുടെ അഭിപ്രായങ്ങൾ എടുത്ത യോഗം നേരത്തെ ചേർന്നിരുന്നു. ഇനി ഇതിനു ശേഷം ഓൺലൈനിലായിട്ട് വില്ലേജ് ഓഫീസേഴ്സിൻ്റെ മീറ്റിംഗ് ഉടൻ തന്നെ നടക്കുകയാണ്. 10ാമത്തെ ജില്ലയാണ് ഇടുക്കി ജില്ല. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് ഇടുക്കിയിലെത്തുമ്പോൾ 10 ജില്ലകളിലായിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങളും റവന്യൂ വകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും വിലയിരുത്തി. അതോടൊപ്പം തന്നെ 100 ദിന കർമ്മ പരിപാടിയിൽ റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ ഉണ്ടായി. 100 ദിവസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. അങ്ങനെ പൊതുവായിട്ട് റവന്യൂ വകുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അവലോകന യോഗം നടന്നു. നമുക്ക് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമുള്ള വകുപ്പാണ്. നിരന്തരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ്. എവിടെയെങ്കിലും പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലവർഷക്കെടുതി ഉണ്ടായി എല്ലാറ്റിലും ഇടപെടേണ്ടത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. അത്രയും വലിയ ബാധിച്ച ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതിനിടയിൽ നടത്തേണ്ട കാര്യങ്ങൾ, പട്ടയത്തിൻ്റെ കാര്യമായാലും ഭൂമി തരം മാറ്റ കാര്യമായാലും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കോളേജുകളും അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ട കാര്യങ്ങൾ വളരെ ബാധിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതോടൊപ്പം ഡിജിറ്റൽ സർവേയുടെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ വിവിധങ്ങളായ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തി മുഴുവൻ കാര്യങ്ങളും എല്ലാ ജില്ലകളും വിലയിരുത്തി. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി വ്യത്യസ്തമാണ്, മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ ഭൂമി പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങളും ഇന്ന് വളരെ വിശദമായി ചർച്ച ചെയ്തു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കേണ്ട നടപടി. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള നിയമങ്ങൾ നമുക്കറിയാം. 50-60 വർഷം പഴക്കമുള്ള നിയമങ്ങൾ നമുക്കുണ്ട്. അത്തരം നിയമങ്ങളൊക്കെ നമുക്ക് പല രീതിയിലും ഇന്ന് അത് റിവൈസ് ചെയ്യണം, പരിഷ്കരിക്കണം എന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട്. UDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള കാലാനുസൃതമായ മാറ്റം നിയമങ്ങളിൽ അനിവാര്യമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം മാറ്റങ്ങൾ നടത്തുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേകം തീരുമാനമെടുക്കുകയും കഴിഞ്ഞ ബജറ്റിൽ മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിദഗ്ധ സമിതിയെ അതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ വയ്ക്കും. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ 2ാം ഭൂപരിഷ്കരണ നിയമം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല. 1ാം ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുമ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് അത് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയുന്നത്. പക്ഷേ 3 ഘട്ടങ്ങൾ പൂർത്തീകരിക്കുമ്പോഴും അതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ രീതിയിൽ കേരളത്തിലെ സാമൂഹ്യ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒന്ന് തന്നെയാണ് ഭൂപരിഷ്കരണ നിയമം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത്രയും വലിയ രീതിയിലുള്ള ഒരു മാറ്റമുണ്ടായിട്ട് പോലും സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലുള്ളവർ, ആദിവാസി മേഖലയിലുള്ളവർ, അതുപോലെ പട്ടികജാതി വിഭാഗങ്ങൾ, അത്തരം ആളുകളൊക്കെ ഭൂപരിഷ്കരണത്തിൻ്റെ നേട്ടങ്ങൾ ലഭിക്കാതെ പോയ വിഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും 5 സെൻറ്റ് ഭൂമിയില്ലാത്ത സാഹചര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭൂപരിഷ്കരണ 2ാം നിയമം കൊണ്ടുവരുന്ന കാര്യം ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ കാര്യങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്.
പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഇടപെടൽ കൊണ്ട് നമുക്ക് പലതും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത്തരം കാര്യങ്ങളിൽ തന്നെ നിയമപരമായിട്ട് തന്നെ അതിൽ നിന്നൊക്കെ ഒരു അനുകൂലമായ നിലപാട് നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ പൂർണ്ണമായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കുറേയെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇടുക്കി ജില്ലയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗവൺമെൻറ് ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പരമാവധി വേഗത്തിൽ നടപ്പാക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണ്. മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ഭൂപ്രശ്നങ്ങളാണ് ഇവിടെയുള്ളത്. 60-ലധികം വർഷം പഴക്കമുള്ള നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണം. നിയമങ്ങളിൽ ഭേദഗതി നടപ്പാക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കും. 2ാം ഭൂപരിഷ്കരണ നിയമമാണ് സർക്കാരിന്റെ ലക്ഷ്യം. എല്ലാ വിഭാഗങ്ങൾക്കും ഭൂപരിഷ്കരണത്തിന് നേട്ടം ലഭ്യമാകണം. അർഹരായവർക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള തടസ്സം നീക്കും. സർക്കാർ ഭൂമി കയ്യേറുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേകിച്ച് മിച്ചഭൂമി താരതമ്യേന കുറവുള്ള ജില്ലയാണ് നമ്മുടെ ജില്ല ഇടുക്കിയിൽ കണ്ട ഒരു പ്രത്യേകത, ഞങ്ങൾ 9 ജില്ല കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ആ 9 ജില്ലകളിലും മിച്ചഭൂമി കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ മിച്ചഭൂമി മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്. മിച്ചഭൂമി അപേക്ഷകളും കുറവാണ്. അതവിടെ എനിക്ക് കണ്ട പ്രതികരണം. എനിക്ക് തന്ന കണക്കനുസരിച്ച് മിച്ചഭൂമിയുടെ അപേക്ഷകരും കുറവാണ്. അപ്പോൾ മിച്ചഭൂമിയും ഇവിടെ കുറവായിട്ട് ഇവിടെ ഒരു ജന്മി സിസ്റ്റത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് എൻ്റെ സെക്രട്ടറി പറഞ്ഞത്. സെക്രട്ടറി ഇവിടെ ജില്ലാ കളക്ടറായിട്ടിരുന്ന ആളാണ് ശ്രീ ജീവൻ ബാബു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അത്തരത്തിൽ കുറവുള്ള കാരണം അതാണ്. എങ്കിലും ഞാനത് നിങ്ങളീ പറഞ്ഞ ഈ ആശങ്ക എനിക്കും തോന്നി. 9 ജില്ലകളിൽ പോയപ്പോഴും മിച്ചഭൂമിയും അപേക്ഷകരുടെ എണ്ണയും കണ്ടപ്പോൾ ഇവിടെ എനിക്കത് അങ്ങനെ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിച്ചഭൂമി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ 2 യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. ഞാൻ അതിനകത്ത് പങ്കെടുത്തിരുന്നു. കേന്ദ്ര സംഘം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാണ് ഡേറ്റ് ലഭിച്ചിട്ടില്ല. അത്രയും ഒരു കഴിഞ്ഞ ദിവസം എനിക്കറിയില്ല, റീസെൻ്റായിട്ട് എനിക്കല്ല, കഴിഞ്ഞൊരു 10 ദിവസം ഒരാഴ്ച മുമ്പ് 2ാമത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 8 ആയിട്ടില്ലല്ലേ, വന്നിട്ടില്ല എന്നാണ് പറഞ്ഞു. വരുമ്പോൾ ഞങ്ങൾ മിനിസ്റ്റേഴ്സ് എല്ലാവരും കാണാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ നിങ്ങൾക്കറിയാലോ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കണം. പക്ഷേ തീരുമാനം വൈകുന്നത് ജനങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങളും അവരവകാശങ്ങൾ വൈകാതിരിക്കാനും ശ്രദ്ധിക്കണം. അതിലൊക്കെ ഉള്ള ഒരു നടപടി ഉണ്ടാവും. ഞങ്ങൾ വന്നേ ഉള്ളൂ. അപ്പോൾ അല്പം സമയം നിങ്ങൾ തരണം. വ്യാപകമായിട്ട് ജില്ലയിൽ കയ്യേറ്റം കൂടിയാണ്. പാർലമെന്റ് കരുതുമ്പാറ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ വ്യാപകമായി കയ്യേറ്റുന്നത്. അക്കാര്യത്തിൽ സർക്കാരിന് ജാഗ്രത കുറവ് ഈ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഈ 2 മാസക്കാലത്ത് ജാഗ്രത കുറവ് ഏതായാലും ഉണ്ടായിട്ടില്ല ഈ പീരീഡിലാണ് അത് കൂടുതലായി എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പേ ഒരു കെട്ടിടം ഉണ്ടാക്കിയെങ്കിൽ 2 മാസത്തിനകത്താവുന്നില്ല. ഞാൻ ആ സ്ഥലം നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അതിനകത്ത് വീഡിയോ കണ്ടപ്പോൾ അതിനല്പം റോഡുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഈ 2 മാസം കൊണ്ടാണെന്ന അഭിപ്രായം എനിക്കില്ല. പൊതുവേ റോഡ് വെട്ടാന്ന് പൊതുവെ മൺസൂണാനെ സെലക്ട് ചെയ്യാറില്ല. മൺസൂണിന് പുറമ്പായിരിക്കണം. 2 ആഴ്ച എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഞാൻ ആരെയും കഴിഞ്ഞ കാലത്തെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇക്കാലത്തെ കാര്യങ്ങൾ പറയാനോ അല്ല. കയ്യേറ്റത്തിൻ്റെ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും. അതിനകത്ത് നിങ്ങൾക്കത് ബോധ്യപ്പെടും. അത് ഗവൺമെൻറ്റിൻ്റെ ഭൂമി പരമാവധി ആരൊക്കെയാണോ കയ്യേറിയിട്ടുള്ളത് അവർക്കെതിരെ കർശന നടപടിയും അതോടൊപ്പം തന്നെ ഭൂമി തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നു. ഇടുക്കിയിൽ വെച്ച് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു നിയമത്തിൻ്റെ മാത്രമല്ല പല നിയമങ്ങളിലും ചില ഭേദഗതി ഉണ്ടാവണം എന്നാണ് പൊതുവായിട്ടുള്ള നിർദ്ദേശം വന്നത്. പക്ഷെ അത്തരം കാര്യങ്ങൾ അത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് വ്യക്തമായ ഒരു വിദഗ്ധ അഭിപ്രായം നമുക്ക് അനിവാര്യമാണ് ഗവൺമെൻറ്റിന്. അതുകൊണ്ടാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായ ആളുകളെ വെച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ച് ആ സമിതിയുടെ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട്. നിയമ ഭേദഗതി ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ഗവൺമെൻറ്റുകൾക്ക് ചില കാര്യങ്ങൾ ഉത്തരവുകളിലൂടെ നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷേ ചില കാര്യങ്ങൾ ഉത്തരവ് നിലനിൽക്കില്ല. കാരണം ഉത്തരവുകളിൽ നമ്മൾ എന്താണോ പറയുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമത്തിൽ നമ്മൾ എന്ത് ഉത്തരവ് ഇറക്കിയിട്ടും കാര്യമില്ല. അത് കോടതി പോയി കഴിഞ്ഞാൽ അന്നേരം പോകും. നമ്മൾ സാധാരണ പറയുന്ന പോലെ കോടതിയുടെ പടിവാതിൽ കാണില്ല. അപ്പോൾ ഉത്തരവുകൾ കൊണ്ട് നിൽക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നിയമ ഭേദഗതി വേണ്ടതാണെങ്കിൽ നിയമ ഭേദഗതി കൊണ്ടുവരണം. അത്തരം കാര്യങ്ങളൊക്കെ ഭേദഗതി കൊണ്ടുവരും. ഗവൺമെൻറ്
ഇടുക്കിയുടെ കാര്യത്തിൽ 2 കാര്യങ്ങളിൽ നമുക്ക് ഇവിടെ ഞങ്ങൾ ഫോക്കസ് കൊടുക്കും. ഒന്ന്, ഭൂമിയിൽ അർഹമായ പട്ടയം ലഭിക്കേണ്ട ആളുകൾക്ക് അത് ലഭിക്കുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണോ നീക്കേണ്ടത് അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്ക് അർഹമായ ഭൂമി ലഭിക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഭൂമി അത് കയ്യേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കയ്യേറ്റം തടയുന്നതിനും കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ്റിന് വിട്ടുവീഴ്ചയുണ്ടാവില്ല. ഇല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇടുക്കി ഞങ്ങൾ ഗവൺമെൻറ് വന്നിട്ട് 2 മാസം പൂർത്തിയായുള്ളൂ. ഈ ജൂലൈ 18 2 ജൂലൈ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനിടയിലും ഞങ്ങൾ ഇപ്പോൾ എല്ലാ ജില്ലകളിലും പോയി റവന്യൂവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നു. ഇടുക്കിയിൽ ഉൾപ്പെടെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത കാര്യങ്ങൾ ബഡ്ജറ്റിൽ അതിൻ്റെ ഭാഗമായിട്ട് ബജറ്റ് പ്രസംഗത്തിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ അഡ്രസ്സ് ചെയ്യും. പ്രശ്നങ്ങളുണ്ട്. തോട്ടം മേഖലയുടെ വൈവിധ്യം, അതിൻ്റെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ വൈവിധ്യം കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് പരിശോധിക്കും. ഇതൊക്കെ ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ ബജറ്റിലും പറഞ്ഞു. സ്വാഭാവികമായും ഈ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് ഒരു ദിവസം ക്യാബിനറ്റ് ചേർന്നുകൊണ്ട് ഒരു ഉത്തരവിറക്കാൻ കഴിയുന്ന വകുപ്പല്ല. കാരണം ഓരോ നിയമങ്ങളും അത്രമാത്രം സങ്കീർണമാണ്. ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമങ്ങൾ ഏതൊക്കെയാണോ പ്രയാസകരമായിട്ടുള്ളത് അത് പരിശോധിച്ച് അതിൽ മാറ്റം വരുത്തുവാനും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. ഒരു ഉത്തരവിറക്കിക്കൊണ്ട് ഞങ്ങളിത് ഉത്തരവിറക്കി എന്ന് പറയാൻ ചിലപ്പോൾ ഗവൺമെൻറ് കഴിയും, പക്ഷേ ആ ഉത്തരവ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇടുക്കിയുടെ കാര്യത്തിലും കേരളത്തിലെ മറ്റ് ജില്ലകളിലെ കാര്യങ്ങളിലൊക്കെ തന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഈ ഗവൺമെൻറ്റിനുണ്ട്. ഇതാണ് സാധാരണക്കാർക്ക് അവർക്ക് ലഭിക്കേണ്ട അവരുടെ അവകാശം. അത് പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവർക്ക് ലഭ്യമാകാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ ആവർത്തിച്ച് പറയും. പിന്നെ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട കുറേ അപേക്ഷകളുണ്ട്. ഞങ്ങൾ 2.5 ലക്ഷം അപേക്ഷകളാണ് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ പെൻഡിങ് ആയിട്ടുള്ളൂ. 2.5 ലക്ഷം. അപ്പോൾ 100 ഡേയ്സ് പ്രോഗ്രാമിൽ നമുക്ക് ഏതാണ്ട് 25,000-ഓളം ഞങ്ങളിതുവരെ ഡിക്ലെയർ ചെയ്ത് 25,000 അപേക്ഷകൾ 100 ദിവസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ യോഗങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്ക് 2.5 ലക്ഷം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു നമ്പറാണ്. അതോടൊപ്പം തന്നെ ജില്ലകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ കുറച്ച് കൊണ്ടുവരാനുള്ള നടപടികൾ കൂടി ഈ യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ വിഷയം, അതിനകത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മിച്ചഭൂമി എത്ര നമുക്ക് വിതരണം ചെയ്യാനുണ്ട്, മിച്ചഭൂമി അപേക്ഷകൾ എത്രയുണ്ട് എന്ന് മുഴുവൻ തഹസിൽദാർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടൻ തന്നെ അത് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും. അതൊക്കെ ഒറ്റപ്പെട്ട ചില സംസാരങ്ങളായിട്ട് കണ്ടാൽ മതി. പൊതുവായിട്ട് നിങ്ങൾ ജനറലൈസ് ചെയ്യണ്ട. അപ്പോൾ അതിനകത്ത് വാഹനങ്ങളുടെ അപാകത വാഹനങ്ങളുടെ കുറവ് ഇവിടെ ഉണ്ട്. ഉള്ളതൊക്കെ വളരെ പഴക്കം ചെന്ന വാഹനങ്ങൾ. അപ്പോൾ വാഹനങ്ങളില്ലാത്ത ഇടുക്കിയെ പോലുള്ള സ്ഥലത്ത് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകളേക്കാൾ കൂടുതൽ വാഹനങ്ങൾ ആവശ്യമായിട്ടുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. ഇവിടുത്തെ ടെറൈൻ എന്ന് പറയുന്നത് അങ്ങനെ. അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ നമ്മുടെ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പരമാവധി അതുകൊണ്ട് എല്ലാവർക്കും വാഹനം കൊടുക്കുന്നതല്ല, അത്യാവശ്യം വേണ്ട വാഹനങ്ങൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യും. ജോയിന്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിന്ന് മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി. ഞാൻ രാവിലെ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് കുറേ പരാതികൾ എനിക്ക് നേരിട്ടും അത് ലഭിച്ചു. ഏതായാലും ഇടുക്കിയിലെ കാര്യത്തിൽ വളരെ
ശക്തമായ നിലപാടുണ്ടാവും. മാധ്യമങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങൾ കയ്യേറ്റം ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിലായാലും വകുപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. പക്ഷേ അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇടുക്കിയുടെ ഈ പ്രയാസകരമായ അവസ്ഥ പലതും പറയുന്നുണ്ട്. അവർ അതിലും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയേണ്ട ഒന്നാണ്. കാരണം അത്രമാത്രം ഫയലുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സജഷൻ എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി കാണും. ഇന്നലെ ഇന്നുമായിട്ട് റിപ്പോർട്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, മുമ്പുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഗൗരവമായിട്ട് തന്നെ അതിൻ്റെ സത്യാവസ്ഥകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഒരു മാസം പിന്നിട്ട് അശാസ്ത്രീയ അശാസ്ത്രീയ നിർമ്മാണം കൊണ്ടാണ് മണ്ണിടിക്കുന്നത് അന്ന് നടത്തിയ പഠനത്തിൽ തന്നെ തെളിയുന്നതാണ്. ഈ പറയുന്ന ആൾക്കാർക്ക് സഹായം ചെയ്യില്ല. ഈ പറയുന്ന ആളുകൾ ഏതാണ്ട് ഞാൻ തോന്നുന്നു 18 കുടുംബങ്ങളാണ്. 17 ഓക്കെ. അപ്പോൾ അത്തരം കുടുംബങ്ങളുടെ അവരുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഓണത്തിന് മുമ്പായിട്ട്, ഞാൻ അത്രയും ദീർഘിച്ച് പറയാം, അത്രയും വേണ്ടി വരില്ല, അതിനു മുമ്പ് തന്നെ അവർക്ക് നൽകാൻ നമ്മൾ നേരത്തെ അവർക്ക് കൊടുക്കാമെന്ന് ഏറ്റിരുന്ന സഹായം അവർക്ക് നൽകും, ഗവൺമെൻറ് നൽകും. തീരുമാനം ഉടനുണ്ടാവും. പറഞ്ഞതുണ്ടാവും, എത്രയാണോ പറഞ്ഞത് അത് കൊടുക്കും. അതിനകത്ത് ഇവിടുന്ന് വന്ന പ്രപ്പോസൽ അത് തന്നെ അവർ കൊടുക്കുക. ഇവിടെ അവരോട് സംസാരിച്ച് ധാരണയായിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു 6-4 അല്ലേ ഭൂമി 10. അപ്പോൾ 10 ലക്ഷം രൂപ. ഞാനത് അതിലൊന്നും ഒരു കുറവ് വരില്ല. അതിനകത്ത് എന്താണോ ഗവൺമെൻറ്റിലേക്ക് പ്രപ്പോസൽ വന്നത് അത്തരം കാര്യങ്ങളിൽ അതേ തുക തന്നെ അവർക്ക് കൊടുക്കും. 9 കുടുംബങ്ങൾക്ക് നേരത്തെ കൊടുത്തു. 8 കുടുംബങ്ങളാണെന്ന് തോന്നുന്നു. 8 കുടുംബങ്ങൾക്ക് നേരത്തെ കൊടുത്തു. ബാക്കി അഡീഷണൽ ആയിട്ടാണ് 18 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫയൽ വന്നിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ക്യാബിനറ്റിൽ പോയി ക്ലിയർ ചെയ്യേണ്ടത്, മന്ത്രിസഭയുടെ അംഗീകാരം വേണ്ടതാണ് ആ ഫയൽ. അതുകൊണ്ട് ഉടൻ തന്നെ മന്ത്രിസഭയിൽ വെച്ച് അംഗീകാരം വാങ്ങി അത് അവർക്ക് നൽകും. ഞാൻ അവരെന്നെ വന്ന് കണ്ടിരുന്നു. ഇന്ന് അടിമാലിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇന്ന് രാവിലെ എന്നെ വന്ന് കണ്ടിരുന്നു. മാത്രമല്ല അവിടുത്തെ MLA വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞിരുന്നു. MP-യും എൻ്റെ അടുത്ത് ഈ കാര്യം തിരുവനന്തപുരത്ത് ഓഫീസിൽ വന്ന് സൂചിപ്പിച്ചിരുന്നു. കളക്ടർ സംസാരിക്കുമ്പോൾ അത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഉടൻ തന്നെ നടപടി ഉണ്ടാവും. അല്ല, അവിടെ നിന്നുള്ള ഏതാണ്ട് ഇവര് മാറുന്നതോടുകൂടി മുഴുവൻ കുടുംബങ്ങളും മാറും എന്നാണ് റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് മാറ്റി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രോബ്ലം വരുന്നില്ലല്ലോ. ഏരിയയിൽ താമസക്കാരുണ്ടാകുമ്പോഴല്ലേ പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ 7+18 വരുമ്പോൾ 25 കുടുംബങ്ങൾ പൂർണ്ണമായിട്ട് മാറുമ്പോൾ നമുക്ക് അതിനകത്ത് ആശങ്കയ്ക്ക് പിന്നെ അടിസ്ഥാനമില്ലല്ലോ. ഓക്കെ, താങ്ക് യു. ജില്ലയിൽ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. റവന്യൂ വകുപ്പിന് കൂടുതൽ വാഹനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. കൂടുതൽ സർവേയർമാരെ നിയമിക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഇതിനാവശ്യമായ തസ്തിക സൃഷ്ടിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടും. താൽക്കാലികമായി കൂടുതൽ സർവേയർമാരെ നിയോഗിക്കും. കൂടാതെ ഇടുക്കിയിലെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കും. ജില്ലയിൽ ജോലി ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥർ വളരെ വേഗം സ്ഥലം മാറിപ്പോകുന്നത് ജില്ലാ കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തി. ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലയിലെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അവതരിപ്പിച്ചു. 2011 മുതൽ ജില്ലയിലാകെ 54,485 LA പട്ടയങ്ങളും 258 LT പട്ടയങ്ങളും 4,421 മിച്ചഭൂമി പട്ടയങ്ങളും 3 ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. 55,214 LA പട്ടയ അപേക്ഷകളാണ് അവശേഷിക്കുന്നത്. 237 LT പട്ടയാപേക്ഷകളും 2 ദേവസ്വം പട്ടയാപേക്ഷകളുമാണ് തീർപ്പാക്കാനുള്ളത്. ജില്ലയിലെ മിച്ചഭൂമി സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ പട്ടയ വിവരങ്ങൾ സംബന്ധിച്ച നിലവിലെ സ്ഥിതി യോഗത്തിൽ അവതരിപ്പിച്ചു. പട്ടികവർഗ ഉന്നതികളിലെ 800-ലധികം കൈവശങ്ങൾക്ക് 2001 ചട്ടപ്രകാരം പട്ടയം അനുവദിക്കുന്നതിന് സർവേ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ഉന്നതികളിൽ പട്ടയം ലഭിക്കാത്ത കൈവശങ്ങൾ കണ്ടെത്താൻ താലൂക്ക് തലത്തിൽ നടപടി പുരോഗമിക്കുകയാണ്. അനധികൃത കയ്യേറ്റം സംബന്ധിച്ച് ആകെ 473 കേസുകളാണ് നിലവിലുള്ളത്. ഇതിൽ 112 കേസുകളിൽ കയ്യേറ്റം ഒഴിപ്പിച്ചു. 234.2 ഹെക്ടർ കയ്യേറ്റമാണ് ഒഴിപ്പിച്ചത്. ഡിജിറ്റൽ സർവേ 13.07% ജില്ലയിൽ പൂർത്തിയായത്.
ആകെയുള്ള 68 വില്ലേജുകളിൽ 44 വില്ലേജുകളിലാണ് സർവേ നടക്കുന്നത്. 6 വില്ലേജുകളിൽ സർവേ പൂർത്തിയായി. 30 വില്ലേജുകളിൽ സർവേ പുരോഗമിക്കുന്നു. 8 വില്ലേജുകളിൽ സർവേ ആരംഭിക്കാനുണ്ട്. ഡിജിറ്റൽ സർവേ നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലയിൽ 29 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം പൂർത്തിയായി. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് 804 അപേക്ഷകളിൽ ധനസഹായം അനുവദിച്ചു. 2022 മുതലുള്ള കണക്ക് പ്രകാരമാണിത്. 125 അപേക്ഷകളാണ് തീർപ്പാക്കാനുള്ളത്. റവന്യൂ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു, സർവേ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ ജെയോ, ദേവികുളം സബ് കളക്ടർ VM ആര്യ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.